കേരളത്തിലുള്ള കമ്പനിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. സജീഷ്, ഇവിടെയുള്ള കമ്പനിയെ കുറിച്ചാണ്. ഇനി എന്തിനാണ് ഇതിലെല്ലാം രഹസ്യാത്മകത? ഒരു മിനിറ്റ് സജീഷ്, ഒരു കമ്പനി ഒരു പ്രപ്പോസൽ തരുമ്പോഴേക്കും ആ പ്രപ്പോസൽ സ്വീകരിച്ച് പെട്ടെന്ന് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കുന്ന വേഗമാണ് സംശയകരമാകുന്നത്. അവിടെയാണ് സംശയം. നോക്കൂ, ആ ഭൂമി വിൽക്കുന്നതിൽ ഇടനിലക്കാരനായ അപ്പുക്കുട്ടൻ പറയുന്നു ബ്രൂവറി കമ്പനിക്ക് വേണ്ടിയാണ് ആ ഭൂമി വാങ്ങിയത് എന്ന് തനിക്കറിയില്ലായിരുന്നു. വിവാദമായ ശേഷമാണ് അറിഞ്ഞത്. ഏജന്റ് മുഖാന്തരമാണ് തന്നെ സമീപിച്ചത്. താനും സഹപ്രവർത്തകരും ചേർന്നാണ് കർഷകരുമായി സംസാരിച്ചത്. 5 പേരിൽ നിന്നായി 22 ഏക്കർ ഭൂമി വാങ്ങി നൽകി. 25,000 മുതൽ 40,000 രൂപ വരെയാണ് ഭൂമിക്ക് നൽകിയത്. കോളേജിന് വേണ്ടി ഭൂമിയുടെ ഇടതിൽ നിന്നപ്പോൾ മറ്റു ബ്രോക്കർമാർ തന്നെ വഞ്ചിച്ചു. അങ്ങനെ ഭൂമി വാങ്ങാൻ സഹായിച്ച ആൾ പറയുകയാണ് തനിക്ക് അറിയില്ല, അത് ബ്രൂവറിക്ക് വേണ്ടിയായിരുന്നു എന്ന് അറിയില്ല എന്ന്. അങ്ങേയറ്റം സംശയകരം. ആർക്കും അറിയില്ല. ആ നാടിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ആ നാടിന് അറിയേയില്ല, അവിടുത്തെ പഞ്ചായത്തിന് അറിയേയില്ല, സർക്കാരിന് അറിയാൻ. അങ്ങനെയാണോ? ആവേശം താങ്കൾക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ആവാലോ. നന്നായി ഈ കാര്യം കൂടി സത്യത്തിൽ നല്ലതാണ്. ഈ കാര്യങ്ങൾ അതായത് സ്മൃതി ഇങ്ങോട്ട് കുറ്റപ്പെടുത്താൻ വേണ്ടി പലതും അവതരിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടി പറയാൻ വേണ്ടി പറ്റും, സമയം തന്നാൽ. ഒരു കാര്യം, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് ഇത് കോളേജിനാണ് എന്ന് പറഞ്ഞ് സ്ഥലം വാങ്ങിയെന്നാണ്. കോളേജ് സ്മൃതിക്ക് എന്തിനാ മറുപടി പറയുന്നത്? സ്മൃതി ആരാണ്? സ്മൃതിക്കല്ല മറുപടി. താങ്കളുടെ ചോദ്യത്തിനൊക്കെ മറുപടി ഉണ്ട്. ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രതിപക്ഷത്തെ തുറന്നു കാണിക്കാൻ കൂടിയാണ്, മനസ്സിലായോ? സ്മൃതിയുടെ ചോദ്യം താങ്കൾ ഉന്നയിക്കാത്തതിന് ഞാനല്ലല്ലോ ഉത്തരവാദി. UDF-നെയും വലതുപക്ഷത്തെയും തലോടി വിടുന്ന സ്വഭാവമുണ്ട്. സജീഷ്, ആദ്യം ഇത് പറയൂ, മറുപടി പറഞ്ഞ ശേഷം ബാക്കി പറയാന്നേ. അല്ല, ഒരു കാര്യം അപ്പുക്കുട്ടന് മറുപടി ഉണ്ടോ? പറയട്ടെ, എന്താ തർക്കം ഇപ്പൊ കാര്യത്തിന്? അപ്പുക്കുട്ടന് മാത്രമല്ല സ്മൃതിക്കും മറുപടി ഉണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പേ പറയേണ്ട മറുപടി ആർക്കാണ്? അപ്പുക്കുട്ടനേക്കാൾ സ്മൃതിയേക്കാൾ വലിയ ആളായിട്ടുള്ള കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് മറുപടി പറയണ്ടേ? അതിനല്ലേ ഞങ്ങൾ ചർച്ച പങ്കെടുക്കുന്നത്, അല്ലാതെ നമ്മളിങ്ങനെ ഇരുന്ന് തർക്കിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ക്യാമറ വെച്ച് ആളുകളെ മുന്നിൽ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. രാഷ്ട്രീയമല്ലേ, എല്ലാവരും അറിയേണ്ടതല്ലേ? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്മൃതി പറഞ്ഞതിൻ്റെ കുറച്ചപ്പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ കോളേജിന് വേണ്ടിയാണ് ഈ ഭൂമി വാങ്ങിയത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വാങ്ങിയത്. കോളേജിലാണ് എടുത്തെടുത്തെന്നാൽ പറയുകയാണ്. കോളേജിനാണോ? കോളേജ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. കോളേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ LDF സർക്കാരിന് പിന്നെ മദ്യശാല തുടങ്ങലാണ് എന്നെല്ലാം പറഞ്ഞിട്ട് വി ഡി സതീശൻ ഉറഞ്ഞു തുള്ളിയത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതല്ലേ. ഇന്ന് കോളേജിൻ്റെ പ്രതിനിധികൾ തന്നെ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ മതിലിൻ്റെ തൊട്ടടുത്തുള്ള 7 ഏക്കർ ഭൂമി ഞങ്ങളുടേതുണ്ട്. അവിടെ കോളേജ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രയാഗ് കോളേജാണ് നടക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഏതൊരു ബ്രോക്കർ ഉണ്ടല്ലോ, ആ ബ്രോക്കർ ഇവരോട് വന്ന് ചോദിച്ചിരുന്നു പോലും ഇങ്ങനെ ഒരു മദ്യശാല തുടങ്ങാൻ വേണ്ടി ഭൂമി കൊടുക്കുന്നുണ്ടോ എന്ന്. അവർ പറഞ്ഞു ഞങ്ങളെ ഭൂമിയൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വസ്തുതാപരമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സകലം തെറ്റിദ്ധരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത് തെറ്റാണ്. ആൾക്കാരെ പറ്റിയേ അല്ല. എന്റെ ചോദ്യം അതല്ല. ഭൂമി വിൽപ്പനയിലെ ഇടനിലക്കാരൻ പറയുന്നു ബ്രൂവറി കമ്പനിക്ക് വേണ്ടിയാണ് ഭൂമി വാങ്ങിയതെന്ന് തനിക്കറിയില്ലായിരുന്നു. വിവാദമായ ശേഷമാണ് താൻ ഇതൊക്കെ അറിയുന്നത് എന്ന്. ഏജന്റ് മുഖാന്തരമാണ് തന്നെ ഈ കമ്പനി സമീപിച്ചത് എന്ന്. അങ്ങനെയാണ് 5 പേരിൽ നിന്നും 22 ഏക്കർ ഭൂമി വാങ്ങി നൽകിയത് എന്ന്. അപ്പോൾ പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നത് അതിന് ഇടനില നിന്ന വ്യക്തിയാണ്. അതിനാണ് ഞാൻ മറുപടി ചോദിച്ചത്. ഒരു കാര്യം, നാട്ടിലെ ആളുകൾ സ്ഥലം വാങ്ങുന്നതിന് ബ്രോക്കർമാരായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് മറുപടി കിട്ടണമെങ്കിൽ ആ ബ്രോക്കർമാരെ ഇരുത്തി ചർച്ച നടത്തുക. നമ്മളെങ്ങനെ മറുപടി പറയാൻ വേണ്ടി പറ്റുക? നമ്മുടെ മുന്നിലൊരു കാര്യമുണ്ട്. അതായത് കോളേജുമായി ബന്ധപ്പെട്ട കാര്യം, കോളേജാണ് തുടങ്ങാൻ വേണ്ടി എന്ന സ്ഥലം തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയതാണ് എന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അയാളൊരു ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. താങ്കൾ പറഞ്ഞ പോലെ പേര് പറഞ്ഞ ഏതോ ഒരു അപ്പുക്കുട്ടനെ പോലെയുള്ള ഒരു ബ്രോക്കറല്ല കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് ഉത്തരവാദിത്തപ്പെട്ട കോളേജിൻ്റെ പ്രതിനിധി തന്നെ പറഞ്ഞു ഞങ്ങളുടെ കോളേജ് വേറെ ഉണ്ട്, അത് പ്രയാഗ് കോളേജ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, 7 ഏക്കർ ഭൂമിയിലാണ്. താങ്കൾ ഇവിടെ പേര് പരാമർശിച്ച ഏതോ ഒരു ബ്രോക്കർ വന്ന് അവരോട് ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി ഭൂമി തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളെ ഭൂമി കൊടുക്കുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഗവൺമെൻറ്റിനെതിരായി പറയുന്നതായിരിക്കും പ്രധാന വാർത്ത.
അല്ലാത്തത് നിങ്ങൾ വാർത്തയാക്കില്ല. ഇപ്പം തന്നെ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ 211 കോടി രൂപയാണ് കോട്ടയത്തുള്ള UDF നഗരസഭയിൽ കാണാനില്ലാത്ത ഒരു വാർത്തയില്ല, ഒരു ചർച്ചയില്ല. 211 കോടിയാണ്. സജീഷ്, ഇവിടെ വാർത്തയുമായിട്ടുണ്ട്, തലക്കെട്ടുമായിട്ടുണ്ട്. നിങ്ങൾക്ക് സൗകര്യമുള്ളത് മാത്രം ഇവിടെ സജീഷ്, ഇവിടെ ചാനലുകൾ ഏത് വിഷയം ചർച്ച ചെയ്യണമെന്ന് CPM തീരുമാനിക്കാമോ? അതെന്ത് തിട്ടൂരമാണ്? നിങ്ങൾ എന്ത് ചർച്ച ചെയ്യണമെന്ന് നിങ്ങളാണോ നിശ്ചയിക്കാതെ, അത് മാധ്യമങ്ങളാണോ? കോട്ടയം നഗരസഭയൊക്കെ ഇവിടെ മറ്റു ബുള്ളറ്റിനുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, അതിലെ പ്രതിനിധികളും ചർച്ചയിൽ നിന്നിട്ടുണ്ട്. 7 മണിക്കുള്ള ചർച്ചയിൽ ഏത് വിഷയം എടുക്കണം കാര്യം ഞങ്ങൾക്ക് വിടൂ. കോൺഗ്രസ് നിങ്ങൾ എടുക്കില്ല എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ എടുക്കില്ല, അതാണ് പ്രശ്നം. നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. ഇവിടെ നിങ്ങൾക്ക് ഓമനക്കുട്ടൻ CPM-ന്റെ ഒരു സഖാവ് 30 രൂപ ഓട്ടോ കൂലി വാങ്ങാൻ 10 ദിവസം ചർച്ച ചെയ്യും. പക്ഷേ നിങ്ങൾ 211 കോടി രൂപ കോട്ടയം നഗരസഭയിൽ കാണാനില്ലാത്തത് ചർച്ച ചെയ്യാനായിട്ട് കഴിയില്ല. അവിടെ 300 കോടി രൂപ ഇല്ല. കോട്ടയം നഗരസഭ ഇല്ല, കൂത്താട്ടുകുളം ചർച്ച ചെയ്തോ? അല്ല, അങ്ങനെ പറയല്ലേ. കർണാടകത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ച ചെയ്തോ? CPM പ്രതിനിധിയുടെ സാരി വലിച്ചു കീറി എന്ന് പറയുന്നത് ചർച്ച ചെയ്തോ? അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാതിരിക്കാൻ CPM പ്രതിനിധിയെ ഒളിപ്പിച്ചുകൊണ്ടുപോയത് CPM പ്രവർത്തകർ തന്നെയാണെന്ന് CPM പ്രതിനിധി കൗൺസിലർ പറയുന്നത് ചർച്ച ചെയ്തോ? ഇല്ലല്ലോ. അങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിലുള്ള വിഷയങ്ങൾ ഇങ്ങനെ പറയാതിരിക്കൂ. നമ്മൾ എടുക്കുന്ന വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയിക്കൂ. അതല്ലേ ജനാധിപത്യ രീതി? നിങ്ങൾ എന്തിനെടുക്കുന്നു, നിങ്ങളുടെ രീതി എന്താണ്, നിങ്ങൾ എന്താണ് രീതി എന്ന് ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അത് കേരളത്തിലെ ജനങ്ങൾക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ല. അത് വേറെ വിഷയം. 2018 4 ബ്രൂവറികൾ വേണ്ടെന്ന് വെച്ചത് എങ്ങനെയാണ്? 2018 4 ബ്രൂവർ വേണ്ടെന്ന് വെച്ചാൽ എങ്ങനെയാണ് എന്താ വെച്ചത്? 2018 ആ മദ്യനയം വരുന്നതിന് മുമ്പ് ഉദ്യോഗ തലത്തിൽ തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം ഉദ്യോഗസ്ഥരല്ല തീരുമാനിക്കേണ്ടത്, ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചു എന്നല്ല പറഞ്ഞത്. നടപ്പാക്കാതിരിക്കുന്നു. വലിയ നടപ്പിലാക്കാൻ പോകുന്നില്ലല്ലോ ഒരു കാര്യം. അതെ, മന്ത്രിസഭയോ സർക്കാരോ തീരുമാനിച്ചിട്ടില്ല. നയപരമായ തീരുമാനമില്ല. ഉദ്യോഗ തലത്തിൽ ചില തുടക്കങ്ങൾ ആരംഭിച്ചു. നിങ്ങൾ ഉദ്യോഗസ്ഥരല്ല ചെയ്യേണ്ടത്, എക്സൈസ് കമ്മീഷണറോ മറ്റു ഉദ്യോഗസ്ഥരല്ല ചെയ്യേണ്ടത്. അതിനിവിടെ മന്ത്രിസഭയിൽ ഞങ്ങൾ തീരുമാനിക്കും, നയപരമായ തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ടാ മാറ്റിയത്. കേരളത്തിൽ അന്നൊക്കെ ആർക്കും അതൊന്നും മറന്നു പോയിട്ടില്ല സജീഷ്. ഇതൊക്കെ തന്നെ പിൻവാതിലൂടെ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. പല കാര്യങ്ങളും മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ശേഷം തീരുമാനങ്ങൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. അത് LDF സർക്കാരായാലും UDF സർക്കാരായാലും ചെയ്തിട്ടുള്ള കാര്യമാണ്. മാധ്യമങ്ങളുടെ ധർമ്മം അതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഇന്ന വിഷയം എടുത്തില്ലല്ലോ, ഇന്ന വിഷയം മാത്രമല്ലേ പറയുന്നത് പറയണ്ട. ഭരിക്കുന്നവർക്ക് നേരെ കുറച്ച് കൂടുതൽ വിമർശനം ഉണ്ടാവും സജീഷ്. അതിൽ അസഹിഷ്ണുത കാട്ടിയിട്ട് കാര്യമില്ല. കേന്ദ്രം ഭരിക്കുന്ന ആളുകളുണ്ട്, കേന്ദ്ര സർക്കാരിനെതിരെ നന്നായി ചർച്ച നടത്താറുണ്ട്. മോദിക്കെതിരെ തന്നെ ഇഷ്ടംപോലെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിഷയം ഇതായതുകൊണ്ട് ഇത് എടുക്കും അല്ലെ? നമ്മൾ ഈ ചർച്ച ഇത്രയും അതിന്റെ അവസാന ഘട്ടത്തിലാവുമ്പോൾ വിഷയത്തെ ചൊല്ലി തർക്കിക്കണം. പറയാനുള്ള പോയിന്റ് ഒക്കെ പറഞ്ഞ ശേഷം വിഷയത്തെ ചൊല്ലി തർക്കിക്കണോ? വിഷയത്തെ ചൊല്ലിയല്ല തർക്കിച്ചത്. സ്മൃതിയാണ് ഈ ചർച്ചയുടെ റൂട്ട് നിശ്ചയിക്കുന്നത്. സ്മൃതി പറഞ്ഞു പോകുന്ന വഴിയിലൂടെയാണ് ചർച്ച സഞ്ചരിക്കുന്നത്. റൂട്ട് എവിടുന്നാ മാറിയെന്നുള്ളത് സ്മൃതി ആലോചിക്കുക. മാറിയിട്ടൊന്നുമില്ല. എനിക്ക് ഞാൻ എന്റെ സംശയങ്ങൾ മുഴുവനായിട്ടാണ് ചോദിക്കുന്നത്. ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ ചോദ്യമായിട്ടൊക്കെ താങ്കൾ വ്യാഖ്യാനിക്കുന്നു. താങ്കൾക്ക് അത് പറയാം. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് ഇത്ര പ്രതിപക്ഷത്തിന്റെ ചോദ്യം അല്ലെന്നേ, അല്ല, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യമാണ്. അത് ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അതിന് മറുപടി പറയണ്ടേ? പ്രതിപക്ഷ നേതാവ് കുറെ നാളായി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കുറെ നാളായി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം K-ഫോണിന്റെ കാര്യത്തിൽ കോടതി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ AI ക്യാമറയെ ബന്ധപ്പെട്ട് കേരളത്തിലെ ഹൈക്കോടതി അദ്ദേഹത്തെ ഓടിച്ചിട്ടുണ്ട്. കുറെ നാളായില്ലേ തുടങ്ങി. ഒരേ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് അവർക്കിടയിലെ മത്സരമായി വ്യാഖ്യാനിച്ചത്, അവർ പറയുന്ന ചോദ്യങ്ങൾക്ക്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോയിട്ട് കാര്യമുണ്ടോ? ആ വ്യാഖ്യാനമൊക്കെ വേറെ രാഷ്ട്രീയമായി നിശ്ചയിക്കാനും പരിഹസിക്കാനും ഒക്കെ പറ്റും. ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ടേ?
അല്ല, എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായി മറുപടിയും പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, കേരളത്തിൽ നിയമസഭ നടക്കുകയാണെന്ന് ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും ഒക്കെ അവിടെ ഇരിക്കുകയാണ്. സഭ പിരിയും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയൊക്കെയാണ്. അപ്പോൾ ഈ സഭയിൽ ഇത് എത്രത്തോളം കത്തിപ്പറ്റുമെന്ന് അറിയില്ല. സഭയിൽ കാണാമെന്ന് രണ്ടുപേരും വെല്ലുവിളിച്ചിട്ടുണ്ട്. നോക്കാം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ഒരു മറുപടി പറയുന്നതിന് ഒരു തടസ്സവും കേരളത്തിന്റെ അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ള മറുപടിയാണ്. വ്യക്തതയുള്ള മറുപടി ഉണ്ടായിട്ടില്ല പുറത്ത്. സജീഷ്, ഇവർക്കൊരാവശ്യമുണ്ട്. ആവശ്യം നടത്താനാണ് നിൽക്കുന്നത്. കർണാടകത്തിലെ കോൺഗ്രസ് നേതാവിന്റെ ബിയറും മദ്യവും മാത്രമേ കേരളത്തിൽ ഉന്നയിക്കുന്ന കാര്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.